हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. നമ്മൾ ചെല്ലുന്ന ശ്ലോകങ്ങൾ 88 89 തന്നെ. 88 89. സുലഭാ സുവൃത സിദ്ധേ ശത്രുതിശത്രുതാപന ന്യഗ്രോദോദുംബരശ്വത്ഥ ചാണൂരന്ധ്രനിഷൂദന സഹസ്രാച്ചി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഘോ അചിന്യോ ഭയഹൃദ്ഭയനാശന. എന്നെടുക്കുന്ന നാമം 824. അശ്വത്ഥ. അശ്വത്ഥ മീൻസ് നശ്വരമായ പ്രപഞ്ചത്തെ കുറിക്കുന്നതാണ് ഈ അശ്വത്ഥം. കാഴ്ചയിൽ നമുക്ക് ക്ഷരമില്ല എന്ന് തോന്നും. ഇന്നലെ കണ്ട ആലിനല്ല ഇന്നും, എൻ്റെ അച്ഛൻ കണ്ട ആലിനല്ല ഇതും, എൻ്റെ മുത്തശ്ശൻ കണ്ട ആലിനല്ല ഇതും, എൻ്റെ കാരണവപ്പാട് കണ്ട ആലിനല്ല ഇത്. എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടും ആലിൻ്റെ ചോട്ടിൽ പിന്നെ അതേ ആലിൻ്റെ ചോട്ടിൽ ആൾക്കാർ വന്നിരിക്കണം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അതിനൊരു ക്ഷരമില്ല, അക്ഷരമാണ് ആല് എന്ന് തോന്നും. പക്ഷെ ആ തോന്നൽ മാത്രമേ ഉള്ളൂ, നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റുന്നില്ല. രണ്ട് രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾക്കും ഉണ്ടാവുന്നത് പോലെ വാലിനും ഉണ്ടാവുന്നുണ്ട്. അനുനിമിഷം ആ ആലിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോട്ടോപ്ലാസം, അത് ഇത് എന്തെല്ലാം ആറ്റമിക്കായിട്ടുള്ള ചെറിയ 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 സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങളാണ് ആലിൽ ഇരിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതൊരു ബോട്ടണിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താ അതിൻ്റെ മാറ്റത്തിൻ്റെ സംഭവം എന്ന്. ദിനം പ്രതി നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെല്ലാ വസ്തുക്കളിലും അങ്ങനെ. ഒരു പാറയായാലും ശരി, ഒരു കല്ലായാലും ശരി, അനുദിനം അതിൽ നിന്നുണ്ടാകുന്ന ആ പാർട്ടിക്കിൾസിൻ്റെ മാറ്റങ്ങൾ നമുക്കത് കാണാൻ പറ്റുന്നില്ല. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകണം നമുക്ക് കാണാം. ഒരു ചെടി അല്ലെങ്കിൽ ഒരു പുഷ്പം, കണ്ണേ മടങ്ങുക കരിഞ്ഞു മെലിഞ്ഞൊരാശു മണ്ണാകുമേ മലരു വിസ്തൃതമാകും ഇപ്പോൾ. അങ്ങനെ മലര് പൊടിഞ്ഞു പോകുന്നത് കാണാം, മറ്റുള്ള സാധനങ്ങൾ പൊടിഞ്ഞു പോകുന്നത് നമ്മുടെ കണ്ണിൽ കാണാം. പക്ഷെ എങ്കിലും അങ്ങനെ പോകുന്ന സാധനങ്ങളിലും അതിൽ അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ അശ്വത്ഥത്തിലും നമ്മളത് ക്ഷരമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിൽ നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അത് നശിക്കില്ല എന്ന് വിചാരിക്കരുത്. നാശം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന് ആന്തരികമായിട്ടുള്ള നാശം നമുക്ക് കാണാൻ പറ്റുന്നില്ല. നാശം മീൻസ് മാറ്റം. ബാഹ്യമായിട്ടുള്ള മാറ്റം നമുക്ക് തീരെ കാണാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ജന്മം എത്രയോ ആയുസ്സുകളാണ്. കാടുകളിലൊക്കെ എത്രയോ ജന്മങ്ങൾ, എത്രയോ വർഷങ്ങൾ ആയുസ്സുള്ള മൃഗങ്ങളുണ്ടെന്ന്, എന്താ പറയുക, വൃക്ഷങ്ങളുണ്ടെന്നാ പറയാം. മൃഗങ്ങളല്ല, വൃക്ഷങ്ങളുണ്ടെന്നാ പറയാം. ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. ഉള്ളൂരിൻ്റെ പിങ്കളയിൽ പറയുന്നുണ്ട്, ആർമാഹാവേശ്യയെ പുൽകുവോനപ്പാബി ശാൽമാലിയായിടും പിൻപിറപ്പിൽ
എന്നല്ലേ ലോകോക്തി ആവട്ടെ മട്ടതിൽ ഉന്മാദമത്തരു ദീർഘജീവി. 10,000 കൊല്ലങ്ങൾ കാട്ടിൽ മരമായിട്ട് കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്നൊരു മരമാണ് ശാൽമാലി. വേശ്യയെ പ്രാപിക്കുന്നവരൊക്കെ, മഹാവേശ്യമാരെ പ്രാപിക്കുന്നവരൊക്കെ അടുത്ത ജന്മം ശാൽമാലിയായിട്ട് ജനിക്കുന്നതാണ് പുരാണോക്തി. അപ്പോൾ അങ്ങനത്തെ മരങ്ങളുണ്ട്. ആലും അങ്ങനെയാണ്. എൻ്റെ കാലശേഷം, എൻ്റെ അച്ഛൻ്റെ കാലശേഷം ഉണ്ടായി, മുത്തശ്ശൻ്റെ കാലശേഷം ഉണ്ടായി, മുതുമുത്തശ്ശൻ്റെ കാലശേഷം ഉണ്ടായി, പിന്നെ അങ്ങോട്ട് പൊക്കോളൂ. എത്ര തലമുറ പോവും നമ്മൾ? അതിൻ്റെ മുമ്പെയോ ആലെപ്പോഴെങ്കിലും ഒരിക്കൽ പൊട്ടിമുളച്ചുണ്ടായിരിക്കണല്ലോ. അപ്പം അതിന് മുമ്പ് ആലില്ലല്ലോ, ഒരു കാലത്ത് നശിക്കുകയും ചെയ്യല്ലോ. അപ്പം ക്ഷരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശരിക്കും അക്ഷരമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് ഉണ്ടാവില്ല. ഫ്യൂച്ചർ മീൻസ് നാളെ. നാളെ മീൻസ് ഇമീഡിയറ്റ് നാളെയല്ല. നാളെ മീൻസ് ടുമോറോ മീൻസ് ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ അത് ഉണ്ടാവില്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥവും. അശ്വത്ഥ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. ശ്വ എന്ന് വെച്ചാൽ നാളെ. ശ്വ നാളെ. ഇത്ഥ നാളെ ഇങ്ങനെ. ശ്വ ഇത്ഥ. മനസ്സിലായില്ലേ? 2 വാക്കാണ്, ശ്വാന്നും ഇത്ഥാന്നും. ശ്വ ഇത്ഥ എന്ന് വെച്ചെങ്കിൽ ശ്വ നാളെ, ഇത്ഥ ഇങ്ങനെ. നാളെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് ശ്വ ഇത്ഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്താ? അശ്വത്ഥ. നാളെ ഇങ്ങനെ ഇല്ലാത്ത വസ്തുവാകുക കാരണം അതിന് അശ്വത്ഥ എന്നുള്ള പേര് വന്നു. ആ മരത്തിന് അങ്ങനെ പേര് കൊടുത്തു. നാളെ നിൽക്കാത്തത് എന്നർത്ഥം. പെർമനൻ്റ് അല്ല. മനുഷ്യായുസിനേക്കാൾ അതിജീവിക്കുന്ന മരമായിരിക്കാം. അതുകൊണ്ട് അത് മരണമില്ല എന്ന് പറയാൻ പറ്റില്ല, നാശമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ മരമാണ് ഈ അശ്വത്ഥം എന്ന് പറയുന്നത്. അശ്വത്ഥം എന്ന് പറയുന്നത് അരയാലാണ് കേട്ടോ, പേരാലല്ല, അരയാലാണ്. ഈ താഴത്തേക്ക് ഇങ്ങനെ വള്ളി തൂങ്ങി നിൽക്കില്ല, അതല്ല, പേരാലല്ല, അരയാൽ. അതാണ് അശ്വത്ഥ. ഇതിൻ്റെ ബോട്ടണിക്കൽ പേര് ഫൈക്കസ് റിലിജിയോസ എന്നാണ്. ഫൈക്കസ് റിലിജിയോസ ഫാമിലിയിൽ പെട്ടതാണ് അശ്വത്ഥ. ഭഗവാൻ അശ്വത്ഥത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് 10-ാം അധ്യായത്തിലെ വിഭൂതി യോഗത്തിൽ. അശ്വത്ഥ സർവവൃക്ഷാണാം, എല്ലാ വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ അശ്വത്ഥമാണ് എന്ന് പറയുന്നത്. എന്നെ വൃക്ഷ എന്നുള്ളൊരു നാമം വിളിച്ചില്ലേ നിങ്ങൾ? അപ്പോൾ ഞാൻ അശ്വത്ഥമാണ്. വൃക്ഷ എന്നുള്ളൊരു നാമം ഭഗവാനുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാ നാമം. അപ്പം അത് അശ്വത്ഥ സർവവൃക്ഷാണാം. അപ്പം എത്രയോ എന്താ പറയുക, തലമുറകളായിട്ടുള്ള ആളുകൾ ആ ആൽച്ചുവട്ടിൽ വന്ന് വിശ്രമിക്കുന്നു. എത്രയോ സജ്ജനങ്ങൾക്ക് വിശ്രമം കൊടുത്ത ഒരാളാണത്. എത്രയോ പബ്ലിക് സർവീസ് ചെയ്തിട്ടുള്ള ഒരാളാണത്. വളരെ മഹത്വമായിട്ടുള്ള ഒരാളാണത്. കാരണം ഇത്രയും പേർക്ക് ആനന്ദം നൽകുന്ന ആളാണ്. ആലിൻ്റെ ചോട്ടിലിരുന്ന് ഇരുന്ന് നോക്കൂ, വൈകുന്നേരമൊക്കെ ചെന്നിരുന്ന് നോക്കൂ, എന്തൊരു കാറ്റാ അല്ലേ? അമ്പലപ്പറമ്പ് ഇല്ലേ, അമ്പലം ക്ഷേത്രമായാൽ ആല് വേണം, ആ പാട്ടൊക്കെ ഇല്ലേ? എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാവും ഒരാൾ. അതെന്താ? അവിടെ ചെന്നിരിക്കുക, സംസാരിക്കുക, കുറച്ച് നേരം സുഖമായിട്ട് നല്ല പോസിറ്റീവ് എനർജി എടുക്കുക, പോവുക, അതൊക്കെയാണ്. അപ്പോൾ എത്രയോ ആൾക്കാർക്ക് നന്മ ചെയ്തിട്ടുള്ളൊരു വൃക്ഷമാണത്. മനുഷ്യന്മാർ ഇത്ര നന്മ ചെയ്യുന്നുണ്ടാവില്ല. അതിനേക്കാൾ എത്രയോ കവച്ചു വയ്ക്കുന്നൊരു വൃക്ഷമായതുകൊണ്ട് ആ വൃക്ഷത്തെ ത്രിമൂർത്തി സ്വരൂപമായിട്ടാണ് മഹർഷിമാർ അതിനെ പൂജിക്കാൻ പറയുന്നത്. മൂലത്തോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമ. വൃക്ഷരാജാവിനെ എങ്ങനെ നമിക്കണം? മൂലതോ ബ്രഹ്മരൂപായ. സംസാരത്തിനെ ചിത്രീകരിക്കുന്നതാണ് ഈ മരം. നമുക്ക് പറയാം എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്ന്. ഊർധ്വമൂലം നമ്മൾ കണ്ടില്ലേ? ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. വേരൊക്കെ മുകളിലേക്കും അതിൻ്റെ എന്താ പറയുക, കൊമ്പുകളൊക്കെ താഴത്തേക്കും ബ്രാഞ്ചസൊക്കെ താഴത്തേക്കും ആയിട്ടുള്ളൊരു വിചിത്രമായിട്ടുള്ളൊരു സംസാര ആലാണിത് എന്ന് പറയും ഭഗവാൻ 15-ാം അധ്യായത്തിൽ അല്ലേ? ഊർധ്വമൂലം അധശാഖം
അശ്വത്ഥം പ്രാഹുരവ്യയം. അതുകൊണ്ട് മൂലതോ, അപ്പോൾ ഇതിൻ്റെ മൂലം എന്നുവെച്ചാൽ വേര് എവിടെയാ? മുകളിലാണ്. അപ്പോൾ ആ മൂലം എവിടെയാണ്? മൂലതോ ബ്രഹ്മരൂപായ, അത് ബ്രഹ്മമാണ്. ഏറ്റവും മുകളിലിരിക്കുന്നത് ഏതാ? എൻ്റെ നാരായ വേര് മുകളിലാണ്. അതാരാ? അത് ബ്രഹ്മമാണ്. അതിനെ ബ്രഹ്മസ്വരൂപമായിട്ട് സങ്കല്പിക്കാം. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ. അപ്പോൾ മുകളിൽ ബ്രഹ്മാവ് മൂലത്തോടു കൂടിയതും, അതായത് ഊർധ്വമൂലം, കീഴേ താഴോട്ട് വിവിധമായ ശാഖകളോടുകൂടി വിവിധമായ പ്രപഞ്ചം, ഈ കലിഡോസ്കോപ്പിക് സംസാരിക് പ്രാപഞ്ചിക് മാനിഫെസ്റ്റേഷൻ. അധശാഖ, ശാഖകൾ താഴോട്ട്. മൂലത്തിൻ്റെ താഴത്താണല്ലോ ശാഖ വരിക. ഭഗവാനിൽ നിന്നാണല്ലോ ഈ പ്രപഞ്ചമൊക്കെ വന്നത്. അപ്പോൾ അതന്നെ ആയിരിക്കണ്ടേ മുകളിൽ. ഗീതയിലും കഠോപനിഷത്തിലൊക്കെ ഈ ശ്ലോകമായിട്ടും മന്ത്രമായിട്ടും പറയുന്നുണ്ട് ഊർധ്വമൂലം അധശാഖം എന്നുള്ളത്. പിന്നെ ആചാര്യന്മാർ ഓരോരോ ക്ഷേത്രങ്ങളിൽ അതാത് ക്ഷേത്രവിഗ്രഹങ്ങളുടെ പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളാനുള്ള കഴിവ് അനുസരിച്ച് അവിടെ പ്രദക്ഷിണം വയ്ക്കേണ്ട വ്യവസ്ഥകൾ വളരെ പ്രസിദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണം വേണം മിനിമം എന്ന്. ഏകം വിനായകം കൂര്യം, ഏകം വിനായകം കൂര്യേത്. വിനായക ക്ഷേത്രത്തിൽ മിനിമം ഒരു പ്രദക്ഷിണം മിനിമം. അത് വെക്കേണ്ട പോരല്ല അവിടെ വിനായക ക്ഷേത്രത്തിൽ. ദ്വേ സൂര്യോ ത്രീണി ശങ്കര, സൂര്യഭഗവാനാണ് ഈ 2, ശിവന് ആണെങ്കിൽ 3. ചാത്വാർത്ഥേ ദേവീം വിഷ്ണു, ദേവിക്കും വിഷ്ണുവിനും 4. ചാത്വാർത്ഥേ ദേവീം വിഷ്ണു സപ്ത അശ്വത്ഥ പ്രദക്ഷിണം. ഇപ്പോൾ വിനായക ക്ഷേത്രങ്ങളിൽ പോയാൽ മിനിമം ഒരു പ്രദക്ഷിണം, സൂര്യഭഗവാൻ അവിടെ പോയാൽ 2, ശിവൻ്റെ അവിടെ പോയാൽ 3, ദേവിയും വിഷ്ണുവിനും 4, സപ്ത അശ്വത്ഥ പ്രദക്ഷിണം. അശ്വത്ഥത്തിന് 7 പ്രദക്ഷിണം. എന്താ ഗ്രേഡ് കൂടുതലല്ലേ? അപ്പോൾ ഈ ദേവി വിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ അവരുടേതായിട്ടുള്ള പരിവാരങ്ങൾക്കും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചോറ്റാനിക്കര അമ്മ പോയതും കൊടുങ്ങല്ലൂർ പോകണമെന്ന് 2 അല്ല. അതൊക്കെ ചാത്വാർത്ഥേ. ബലരാമൻ്റെ അമ്പലത്തിൽ പോയാലും ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയാലും ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയാലും അതൊക്കെ 4. അതൊക്കെ കുലത്തിൽപ്പെട്ടവരല്ലേ അവരൊക്കെ. ശങ്കരൻ, വീരഭദ്രൻ, ശിവൻ അവിടെയൊക്കെ പോയാൽ 3, ത്രീണി ശങ്കര. സൂര്യഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയാൽ 2, വിനായകൻ്റെ ക്ഷേത്രത്തിൽ എവിടെ പോയാലും ഏകം. അപ്പോൾ ഏകം വിനായകം കൂര്യേ ദ്വേ സൂര്യൗ ത്രീണി ശങ്കര ചത്വാർത്ഥേ ദേവീം വിഷ്ണു സപ്ത അശ്വത്ഥ പ്രദക്ഷിണം. 4-ന് 7 പ്രദക്ഷിണ പറഞ്ഞിരിക്കണം. 7 പ്രദക്ഷിണം മിനിമം. വട്ടന്മാരല്ല മഹർഷിമാർ. സൂര്യ ഉദയം മുതൽ 5 മണി 5:30 മണി 6 മണിന്ന് കൂട്ടിക്കോളൂ. സൂര്യോദയം എപ്പോഴാണോ അവിടുന്ന് 4 മണിക്കൂർ ഏതാണ്ട് നാഴിക കണക്കാക്കുമ്പോൾ മനസ്സിലായി, 24 മിനിറ്റാണ് ഒരു നാഴിക. അപ്പോൾ 4 മണിക്കൂർ നേരം സൂര്യരശ്മികളിലുള്ള, ശ്രദ്ധിച്ച് കേട്ടോളൂ, സൂര്യരശ്മികളിൽ വളരെ അധികമായിട്ട് കിട്ടുന്ന ഓസോൺ എന്ന് പറയുന്നൊരു വിലമതിക്കാനാവാത്തൊരു വസ്തുവുണ്ട്. ഓസോൺ അത് ഓക്സിജൻ്റെ ഒരു രൂപാന്തരം എന്ന് പറയുന്നുണ്ട്. ഓസോൺ വളരെ എനർജറ്റിക്കാണ്, പ്രാണവായു തുല്യമാണ്. ഉഗ്രാമ്ല ബാഷ്പം എന്ന് മറ്റാണ് മലയാളത്തിൽ അതിന് പേര്. ഉഗ്രാമ്ല ബാഷ്പ, വീര്യാമിലിതം എന്നൊക്കെ പറയും. അങ്ങനെ 2-3 പേരുകൾ പറയും. പക്ഷേ എനിവേ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ ഓക്സിജൻ്റെ ഒരു രൂപാന്തരമാണ്. ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താ അറിയാലോ. അപ്പോൾ സൂര്യരശ്മികളിൽ കിട്ടുന്ന പ്രസരിപ്പിക്കുന്ന ഓസോൺ
ആ ഓസോൺ ഈ അരയാലിൻ്റെ ഇലകൾക്ക് 4 മണിക്കൂർ വരെ സംഭരിച്ച് സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഓസോൺ ലെയർ ഇത് ട്രില്യൺ ക്യാമറ വെച്ച് സയൻറ്റിഫിക്കായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കാലത്ത് നേരം പുലർച്ചെ സൂര്യോദയം കഴിഞ്ഞ് അതിൻ്റെ ചുറ്റും നോക്കുമ്പോൾ അതിൽ നിന്ന് കാണുന്ന പോസിറ്റീവ് ഗൗസ് എനർജി ഉണ്ടല്ലോ, ഇത് സയൻറ്റിഫിക്കലി ടെസ്റ്റഡ് ആണ്. അല്ലെങ്കിൽ വെറുതെ ഒരു പൊട്ടന്മാർ 7 വെച്ചോ അല്ലെങ്കിൽ തോന്നിയത് വെച്ചോ എന്ന് പറഞ്ഞ് എഴുതില്ലല്ലോ. എന്താ ഒരു 5 എന്ന് പറയുന്നത്, എന്തിനാ 7 എന്ന് പറഞ്ഞവർ? അപ്പോൾ കാലത്തൊരു 4 മണിക്കൂർ, സൂര്യോദയം കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ആലിൻ്റെ ചുറ്റും ഈ ഇലകൾ സംഭരിച്ചിട്ടുള്ള ഓസോൺ ലെയർ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പോസിറ്റീവ് എനർജി കിട്ടുന്ന സൂര്യരശ്മികളിൽ ഏറ്റവും വലിയ സൂര്യരശ്മി നെക്സ്റ്റ് ഓക്സിജൻ ഓസോണാണ്. കേട്ടിട്ടില്ലേ? ഓക്സിജൻ എന്താണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് റിസോഴ്സസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് അപ്പോൾ ഓസോണിന് ഒരു കാലത്തും ഡിപ്ലീറ്റ് ആവാൻ സമ്മതിക്കരുത്. അപ്പോൾ ഈ ഓസോൺ ലെയറാണ് ആലിൻ്റെ 4 പുറവും ഒരു 4 മണിക്കൂർ ഉണ്ടാവുക. അങ്ങനെ ഈ ആലിൻ്റെ 4 പുറവും ഓസോൺ വന്ന് നിറഞ്ഞു കിടക്കുമ്പോൾ അത് ഏതാണ്ട് ഇപ്പം എന്താ പറയുക, ഒരു ഉദാഹരണം പറയാം, ഒരു സ്വിമ്മിംഗ് പൂളെന്ന് ചോദിച്ചോളൂ. ഒരു സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ ആലിൻ്റെ ചുറ്റുമുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമെന്ന് വിചാരിക്കുക തൽക്കാലം. ആ വെള്ളത്തുകൂടെയാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കണം. തല മുഴുങ്ങിയിട്ട് താഴത്തേക്ക് അടി കാണാൻ നമുക്കപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നീന്തൽ അറിയാത്തവനും എല്ലാ വെള്ളത്തിൽ കൂടെ അങ്ങനെ നടക്കാം. ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന്, ശുദ്ധജലത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്ന് ഒരു 7 പ്രാവശ്യം ആര് ചുറ്റി വന്നിട്ടൊന്ന് മുകളിലേക്ക് കയറുമ്പോഴേക്കും എന്തായിരിക്കും അവൻ്റെ ഉഷാറ്? ത്വൽഭക്തിസ്തു കഥാരസാമൃതശരീ നിർമ്മജ്ഞനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതിം എന്ന് പറഞ്ഞ പോലെ മുങ്ങിക്കുളിച്ചൊരനുഭവം കിട്ടില്ലേ? ഏതിലെ? വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചൊരനുഭവം കിട്ടില്ലേ? ഒരു സ്വിമ്മിംഗ് പൂള് അരയാലിൻ്റെ ചുറ്റും അങ്ങനെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടില്ലേ? നല്ലൊരു ഉന്മേഷം ആയിട്ട് വരില്ലേ? നമ്മളെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് തോർത്തുകൊണ്ടൊക്കെ എടുത്ത് തോർത്തുമ്പോൾ ഒരു രസമില്ലേ നമുക്ക്? ഇല്ലേ? ആ വെള്ളത്തിന് പകരം ഓസോണാന്ന് വിചാരിക്കുക. അത് നമ്മൾ കാണില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അന്തരീക്ഷത്തിൽ ഉണ്ടത്. അത് ഓക്സിജൻ പോലൊരു സബ്സ്റ്റൻസാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറൊരു വകഭേദമാണ്, രൂപാന്തരപ്പെട്ടതാണ്. ഓസോണിൻ്റെ വാല്യൂ എന്താണെന്ന് ഇന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യ ശരീരത്തിന് എത്രത്തോളം വാല്യൂബിളാണെന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അത്രയ്ക്കധികം വാല്യൂബിളാണെന്ന് പറഞ്ഞത്, കണക്കാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. അങ്ങനെയുള്ളൊരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ നമ്മളൊരു 7 പ്രാവശ്യം അങ്ങനെ ചുറ്റി എന്നുണ്ടെങ്കിൽ അന്നത്തേക്ക് സുഖമായി, അന്നത്തേക്കുള്ള ചിലവിനുള്ള പൈസ കിട്ടും, സുഖമായിട്ട് ജീവിക്കാം. മിനിമം 7 എന്ന് പറയണം. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ വൈകുന്നേരം ആലിനെ പ്രദക്ഷിണം വയ്ക്കാറില്ല. എന്താ കാരണം? വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് കിട്ടാണ്ട് അങ്ങോട്ട് ചെയ്യില്ല. നമ്മുടെ കാരണവന്മാർ മാത്രമല്ല, മഹർഷിമാരും അങ്ങനെയാണ്. പ്രയോജനം അവിദൃശ്യം മന്ദോപിത വിചായത എന്നാ പറയാം. പ്രയോജനമില്ലാണ്ട് ഒരു മൂഢൻ പോലും ഒരു കാര്യം ചെയ്യില്ല. വെറുതെ അങ്ങനെ ആലിൻ്റെ മുകളിൽ പോയിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് എന്താ കാര്യം? പ്രദക്ഷിണം വെച്ചാൽ എന്തെങ്കിലും കിട്ടണം. അത് ഉച്ചയ്ക്ക് പ്രദക്ഷിണം വെച്ചിട്ട് കാര്യമില്ല. 4 മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യ ഉദയം കഴിഞ്ഞിട്ട് 4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആലിൻ്റെ മുകളിൽ പ്രദക്ഷിണം വെച്ച് ആലിൻ്റെ പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞാൽ ആലിൽ പ്രദക്ഷിണം വെക്കണ്ട, ആരും അങ്ങോട്ട് പോകാറില്ല. കാറ്റുകൊള്ളാൻ ചെന്നിരിക്കുന്നല്ലാണ്ട് അതിനൊരു ദിവ്യത്വം കൊടുത്തിട്ട് ഒരു നമസ്കാര മുറയിൽ, ഒരു വന്ദന മുറയിൽ അതിനെ പ്രദക്ഷിണം വയ്ക്കില്ല. നേരെ മറിച്ച് കാലത്ത് അങ്ങനെയല്ല. കാലത്ത് നമുക്ക് നിന്ന് ധാരാളം ഓസോൺ കിട്ടും. അതുകൊണ്ടാണ് സപ്ത അശ്വത്ഥ പ്രദക്ഷിണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഓരോ വിഗ്രഹത്തിനും ആ മഹർഷിമാരുടെ ഒരു വീക്ഷണം നോക്കും. ഓരോ വിഗ്രഹത്തിനും പോസിറ്റീവ് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയുണ്ടോ അതനുസരിച്ചിട്ടാണ് എത്ര പ്രദക്ഷിണം വേണമെന്ന് പറയണത്. ഏകം വിനായകം കുര്യേ ദ്വേ സൂര്യേ ത്രീണി ശങ്കര.
ഓരോരോ വിഗ്രഹങ്ങൾക്കും, വിനായകൻ്റെ വിഗ്രഹത്തിനും ശങ്കരൻ്റെ വിഗ്രഹത്തിനും സൂര്യവിഗ്രഹത്തിനും ദേവിയുടെ വിഗ്രഹത്തിനും വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിനും ഒക്കെ ഇത്ര ഡോസ് എനർജി അതിന് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഏറ്റവും അധികം മാക്സിമം പോസിറ്റീവ് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ ഏത് വിഗ്രഹമാണെന്ന് നിങ്ങൾ വിചാരിക്കണം? പാമ്പുംകാവില് സർപ്പ പ്രതിഷ്ഠകൾ. സർപ്പപ്രതിഷ്ഠകൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി വേറെ ഒരു വിഗ്രഹത്തിനുമില്ല. അതിൻ്റെ മുകളിൽ ആ മഞ്ഞളൊക്കെ ഇട്ട് കുരുത്തോലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ, ആ വിഗ്രഹം, അതാണ് മാക്സിമം ഡോസ് ഓഫ് എനർജി ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് നമ്മുടെ ശിവലിംഗമാണ്. ശിവലിംഗത്തിൻ്റെ ഷേപ്പ് എന്താ പറയുക? സ്ഫെറിക്കൽ ഷേപ്പാണത്. ഇനി ലോകത്തിലെ എല്ലാ ദിക്കിലും ന്യൂക്ലിയർ എനർജി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാങ്ക്സിൻ്റെ ഷേപ്പ് എന്താ? ഫ്ലാറ്റ് അല്ല, റൗണ്ട് അല്ല, ഓബ്ലോങ് അല്ല, റെക്ടാങ്കുലർ അല്ല, ഒന്നുമല്ല. ലോകത്തിൽ എവിടെയൊക്കെ ന്യൂക്ലിയർ എനർജി സ്റ്റോറിങ് ഫെസിലിറ്റി ഉണ്ടോ അവിടെയൊക്കെ നോക്കിക്കോളൂ, എല്ലാം ഈ ശിവലിംഗം പോലെയുള്ള നമ്മുടെ ഈ ഹെവി വാട്ടർ പ്ലാന്റ് ഇല്ലേ ടൂട്ടിക്കോറിനൊക്കെ, അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കൂ. ചിത്രത്തിൽ കാണാം, ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം, ഗൂഗിളിൽ നോക്കിയാൽ കാണാം. എല്ലാ ന്യൂക്ലിയർ എനർജി സ്റ്റോറിങ് ടാങ്ക്സ് എല്ലാം തന്നെ സ്ഫെറിക്കൽ ഷേപ്പിലാണ്, ശിവലിംഗത്തിൻ്റെ ഷേപ്പിലാണ്. ആ ഷേപ്പിനൊരു പ്രത്യേകതയുണ്ട്, മാക്സിമം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഈ പ്രദക്ഷിണത്തിൻ്റെ കണക്കുകൾ നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അപ്പം അത് നമുക്ക് വലിയ വിവരമൊന്നും ഇല്ലെങ്കിൽ അത് പറഞ്ഞ പോലെ അങ്ങോട്ട് നടക്കുക. തസ്മാത് ശാസ്ത്രം പ്രമാണം ച. അന്വേഷിക്കാനാണ് പോണെച്ചാൽ അതിന് റിസർച്ച് നടത്തുക, കുഴപ്പമില്ല, ചെയ്യാം. അതല്ല, അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാണ്ട് പറഞ്ഞത് കേൾക്കുക നല്ലത്. അന്ധവിശ്വാസം എന്ന് ആൾക്കാർ പറയും, പറഞ്ഞോട്ടെ, സാരില്ല. മനസ്സിലായില്ലേ? എത്രയോ കൊല്ലങ്ങൾ, എത്രയോ മനുഷ്യന്മാർ, എത്രയോ മഹർഷിമാർ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ടാണത്. അവർക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. അവർക്ക് എന്തായാലും വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കില്ല അവർക്ക് പണി. ഈ കലിയുഗത്തിൽ കുറച്ച് കുരങ്ങന്മാർ വരും, അവർക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്കെന്ത് മേക്കുത്ത അവർക്കുള്ളത്? അവർക്ക് യാതൊരു ആഗ്രഹവും ഇല്ല അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാൻ? മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും അങ്ങനെയല്ല. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശാസ്ത്രങ്ങൾ എത്രയോ വിശകലനം ചെയ്ത് റിസർച്ച് ചെയ്ത് വൺ ആഫ്റ്റർ ദി അതർ ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാം, അപ് ടു യു. അപ്പോൾ അതാണ് അശ്വത്ഥ. ഓക്കെ, ഇനി അടുത്ത 825 ചാണൂരന്ധ്ര നിഷൂദന. അപ്പോൾ ഈ അശ്വത്ഥം ഭഗവാന്റെ സ്വരൂപമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ ഈ പേര് വരാൻ കാരണം. മനസ്സിലായില്ലേ? ചലനം ഉള്ളത്, ഭഗവാന്റെ എല്ലാ സൃഷ്ടിയും ചലിക്കുന്നതാണ്. അതുകൊണ്ടാണ് അശ്വത്ഥം എന്ന് വെച്ചാൽ ഭഗവാന് പേര് വരാൻ കാരണം. ഓക്കെ, ചാണൂരാന്ധ്ര നിഷൂദന, ചാണൂരൻ എന്ന മല്ലനെ കൊന്നവൻ എന്നർത്ഥം. കഥ എല്ലാവർക്കും അറിയാലോ. കംസാവധത്തിൻ്റെ മുമ്പേ ഉണ്ടായിട്ടുള്ള ഭഗവാന്റെ കലാപരിപാടികളാണ്. ആന്ധ്ര എന്ന് വെച്ചെങ്കിൽ റെസ്ലർ എന്നർത്ഥം. യുദ്ധമല്ല, എന്തായാലും പറയുക, ഗുസ്തി പിടിക്കുന്നവൻ. ആന്ധ്ര എന്ന് വെച്ചാൽ ഗുസ്തി പിടിക്കുന്നവൻ. ചാണൂരാന്ധ്ര നിഷൂദന, ചാണൂരനായിട്ടുള്ള ആന്ധ്രനെ കൊന്നവൻ അർത്ഥം. അത് അധികം വ്യാഖ്യാനിക്കേണ്ട ഒരു വിശേഷ വർണ്ണിപ്പിക്കുന്ന നാമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് സഹസ്രാർച്ചി, ആയിരക്കണക്കിന് രശ്മികളുള്ളവൻ എന്നർത്ഥം. സഹസ്രാർച്ചി. ഈ ഗ്രന്ഥത്തിൽ നമ്മൾ എത്രയോ നാമം ഈ അർത്ഥം വരുന്നത് കണ്ടിട്ടുണ്ട്. ഈ വിഷ്ണുസഹസ്രനാമത്തിൽ തന്നെ ഇതേവരെ സഹസ്ര അർച്ചിത്, സഹസ്ര രശ്മികളുള്ളവൻ, കുറേ നാമങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ. ആദിത്യ അത് നാമാണ്. ഓജസ്തേജോ ദുജിധര അത് വേറൊരു നാമാണ്. അർച്ചിക്ഷ്മാൻ, അർക്ക, ഇതൊക്കെ നാമം. ഇതപ്പോൾ വരുന്നു സഹസ്രാച്ചി. ഇതൊക്കെ നമ്മൾ നല്ലോണം വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്.
ഭഗവാന്റെ പ്രകാശം നേരിട്ട് കണ്ടവൻ പറയുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഭഗവാന്റെ പ്രകാശം നേരിട്ട് കണ്ട് ഒരു വർണ്ണന കൊടുക്കുന്നുണ്ട് കണ്ട ആള് 11-ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ. എന്താ പറയുക, വിശ്വരൂപ ദർശന രൂപത്തിൽ കണ്ടിട്ട് ഭഗവാനെ നോക്കിയിട്ട് ആകെ അർജുന അന്തം വിട്ടിട്ട് പറയണത് എന്ത് താനപ്പോൾ അത്? ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപതുച്ഛിത. 1000 സൂര്യന്മാര്, 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപതുച്ഛിത. ഉദിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ യദി ഭാസ ദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന. ഭഗവാനെ 1000 സൂര്യൻ ഉദിച്ചു വന്നാലത്തെ ആ ഗാംഭീര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വാനിൽ 1000 സൂര്യൻ തേജസ് ഒന്നിച്ചുദിക്കുകിൽ. എല്ലാവരും കൂടി ഒരു സമയത്ത് അങ്ങോട്ട് ഉദിച്ചു എന്ന് വിചാരിക്കുക. 1000 സൂര്യന്മാർ ഒരെണ്ണം തന്നെ ഉദിച്ചാൽ നമുക്ക് കണ്ണു മഞ്ഞളിക്കണം അല്ലേ? അപ്പോൾ ദിവി സൂര്യസഹസ്രസ്യ വാനിൽ 1000 സൂര്യൻ ഭവേത് യുഗപതുസ്ഥിത. തേജസ് ഒന്നിച്ചുദിക്കുകിൽ, യുഗേ ഒന്നിച്ച് ഉദിക്കുകിൽ. യദി ഭാസ ദൃശീ സാ സ്യാത്, ആ മഹാത്മാവിൻ്റെ തേജസ്സിൻ്റെ സാദൃശ്യം എത്തുമോ? ഭഗവാന്റെ സാദൃശ്യം അതിനും എത്തുമോ? അതിനൊക്കെ ഉണ്ടോ ഇതിനെ കടപിടിക്കാൻ പറ്റണു? മനസ്സിലായില്ലേ? 11-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം. അപ്പം അതാണ് സഹസ്ര അർച്ചികൾ എന്ന് പറയുന്നത്. അളവറ്റ പ്രകാശമുള്ളവൻ. അങ്ങനെയുള്ള പ്രകാശമുള്ളവനെയാണോ നമ്മൾ ഈ മെഴുതിരിയോ അല്ലെങ്കിൽ നിലവിളക്കോ കത്തിച്ചിട്ട് നമസ്കാരം പറയണത്? ദീപം എന്ന് പറഞ്ഞ് സന്ധ്യയ്ക്ക് നമ്മൾ കാട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യണു എന്തിനാ? ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമാ ദ്വിദ്യുതോപാധി കുതോയമഗ്നി. ഞങ്ങൾക്ക് അറിയാൻ ഭഗവാനെ, ഞങ്ങൾ ആരാ നിന്നെ പ്രകാശിപ്പിക്കാൻ? നാട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തി നിൽക്കുമ്പോൾ ഞാനൊരു തീപ്പെട്ടിക്കൊള്ളി അടിച്ചിട്ട് ഭഗവാനെ കാണിച്ചു കൊടുക്കണമല്ലേ? എന്താ അർത്ഥമുള്ളത്? സൂര്യഭഗവാനെ എന്ന് പറയില്ലേ? അങ്ങനെ പറയരുതേ. എനിക്കിത് അറിയാം. ഇതെനിക്ക് വേറെ വഴിയില്ല. ഭഗവാനെ പ്രകാശിപ്പിക്കാൻ എനിക്ക് വേറെ വഴി എന്താ ഉള്ളത്? ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാദ്വിദ്യുതോഭാതി കുതോയം അഗ്നി. ഈ സൂര്യനും ചന്ദ്രനും മറ്റുള്ള അഗ്നികൾക്കൊന്നും പ്രജ്വലിപ്പിക്കാൻ ഭഗവാനെ കഴിയില്ല എന്ന് എനിക്ക് നല്ല പോലെ അറിഞ്ഞിട്ട് ഞാൻ ഈ പൊട്ടത്തരം ചെയ്യോ? പക്ഷേ എന്തിനാ ചെയ്യണേ? ത്വമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവവിധം വിഭാതി. അങ്ങയുടെ ഈ പ്രകാശമാണ് ഈ തിരിയിലും ആ സൂര്യനിലും എല്ലാം ഇരിക്കുന്നത് എന്ന് ഞാൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. അല്ലാണ്ട് അത് ഭഗവാന് കാണിച്ചു തരാനൊന്നുമല്ല. മനസ്സിലായില്ലേ? അതാണ് ഭാവന. സപ്താർച്ചിർ സഹസ്രാർച്ചി എന്ന് അവിടെ പറഞ്ഞു. അതാണ് സപ്താർച്ചിർ എന്ന് പറയുന്നത്. എത്രയോ പ്രഭകളുള്ളവർ, തേജസ് ഉള്ളതെന്നർത്ഥം. അതിന് പറയാം സ്പാർക്സ്, റേസ് എന്നൊക്കെ പറയാം. ഇതാണ് സഹസ്രാർച്ചി. ആയിരക്കണക്കിന് രശ്മികളുള്ളവൻ അർത്ഥം. അടുത്ത നാമം സപ്തജിഹ്വ. അതന്നെയാണ് അർത്ഥം, പക്ഷെ വേറെ രീതിയിൽ അവതരിപ്പിക്കണു ഭീഷ്മരെന്ന് മാത്രം. സപ്തജിഹ്വ, 7 നാക്കുകളുള്ളവൻ. 7 നാക്കുള്ളവൻ. അഗ്നി ഭഗവാന്റെ സ്വരൂപമല്ലേ? സ്വരൂപം തന്നെയല്ലേ അഗ്നി?
ബ്രഹ്മം, അഗ്നി ബ്രഹ്മമാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ആഹുതിയൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നത്. ബ്രഹ്മാഗ്നിർ. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് അഗ്നി. ആ അഗ്നിക്ക് മഹർഷിമാർ കണ്ടിട്ട് പറയണം. മന്ത്രം ചൊല്ലിയത്, മന്ത്രത്തിൽ എഴുതി വെച്ചത്, വേദങ്ങളുടെ മന്ത്രങ്ങളെല്ലാം ഒരു ദൃക്കുകളാണ്. അവർ കണ്ടിട്ടാണ് പറയണത്. അവർ കാണുന്നു എന്ത്? അഗ്നിക്ക് 7 ജ്വാലകളുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, എണ്ണാറില്ലെന്ന് മാത്രം നമ്മൾ. അപ്പം അഗ്നിരൂപമായ ഭഗവാന്, അഗ്നിരൂപമായ വിഷ്ണു തന്നെയാണല്ലോ ഭഗവാൻ തന്നെയാണല്ലോ അഗ്നി. അപ്പം അഗ്നി രൂപമായിരിക്കുന്ന ഭഗവാന് അർച്ചിസ് എന്ന നാക്ക് എന്നർത്ഥം. അർച്ചിസ്, നാക്ക്. ആ അഗ്നിക്ക് 7 നാക്കുകളുണ്ട് എന്നാണ് പറയാം. എന്നുവെച്ചാൽ ഒരു മുഖത്തിൽ നിന്ന് 7 നാക്കുകൾ. ആ അർച്ചിസുകളുടെ അഗ്നിജിഹ്വ എന്നും പറയാറുണ്ട്. അഗ്നിജിഹ്വ. ഏഴെന്നാ പറഞ്ഞു, സപ്ത. എന്താ 7? നമ്മളുടെ ശരീരത്തിൽ എത്ര ദ്വാരങ്ങളാ? എണ്ണി നോക്കണോ? നവദ്വാരേ പുരേ ദേഹി. 9. സംശയമുള്ളവർക്ക് നോക്കാം. മുഴുവൻ പിന്നീട് നോക്കിയാൽ മതി, ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ എണ്ണാൻ പറ്റുന്നത് എണ്ണ, സാമാന്യമായിട്ട് എണ്ണാൻ പറ്റുന്നുണ്ട്. സിവിലൈസ്ഡ് മാനറിൽ എണ്ണാൻ പറ്റുന്ന ദ്വാരങ്ങൾ എണ്ണ. ബാക്കിയുള്ളത് പിന്നെ നോക്കാം. നമുക്ക് ഒന്ന് എണ്ണി നോക്കൂ. നമ്മളുടെ മുഖത്ത് എത്ര ദ്വാരങ്ങളുണ്ട്? 2 കണ്ണ്, 2 മൂക്കിലെ 2 നാസദ്വാരങ്ങൾ 2 2 ശ്രവണം, 2 ചെവി, 6 ഒരു വായ, ആവശ്യത്തിൽ കൂടുതൽ വായ. അപ്പം എത്രയായി? 7. അപ്പം ഈ സപ്തജിഹ്വ എന്ന് പറയുന്നത് 7 നാക്കുകൾ അഗ്നിയെ ഒരു പുരുഷനായിട്ട് ചിത്രീകരിച്ച് ആ അഗ്നിയുടെ വായിൽ നിന്ന് വരുന്ന അഗ്നി ജ്വാലകൾ, 7 ജ്വാലകളെന്ന് പറയുമ്പോൾ ഈ 7 ദ്വാരത്തിൽ കൂടെ വരുന്ന 7 ജ്വാലകൾ. അങ്ങനെയാണല്ലോ ഉള്ളിലിരിക്കുന്ന പ്രഭാവം പുറത്തേക്ക് സ്ഫുരിക്കുന്നത്. ഒരു വലിയ മൺകുടത്തിൽ എത്രയോ ഓട്ടകൾ തുളച്ച് ഓട്ടകളുടെ ഉള്ളിൽ കൂടെ വരുന്ന പ്രഭാവമാണ് പുറത്ത് പ്രകാശിപ്പിക്കുന്നത് എന്നല്ലേ ദക്ഷിണാമൂർത്തി സ്തോത്രം പണ്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നാനാഛിദ്രഘടോദരസ്ഥിതമഹാ ദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാധികരണ ദ്വാരാ ബഹിസ്പന്ദതേ. ദ്വാരാ ബഹിസ്പന്ദതേ, പുറത്തേക്ക് സ്പന്ദിക്കുന്നു. എന്ത്? ഈ ഉള്ളിലിരിക്കുന്ന പ്രകാശം, ഈ ചൈതന്യം, ഈ ഈശ്വര ചൈതന്യം. എവിടെ? നാനാഛിദ്രഘടോദരം, കുറേ തുളകൾ തുളച്ചിട്ടുള്ള ഒരു മൺകുടം. ആ മൺകുടത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഈ ദ്വാരങ്ങളിലൂടെ. 7 ദ്വാരങ്ങളിലൂടെ? മുഖത്തുകൂടെ 7 ദ്വാരങ്ങളിലൂടെ. സപ്താർച്ചിർ. അഗ്നിജിഹ്വ എന്ന് പറയുന്നത് അതാണ്. 7 ജ്വാലകളാണ്. ഈ 7 ജ്വാലകൾ വഴിയാണ് ഭഗവാൻ ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞിരിക്കുന്ന ഉള്ളിലിരിക്കുന്നുണ്ടല്ലോ ഒരാൾ, ആ സ്പിരിറ്റ്, ദി എസൻസ്, ദ സത്ത്. അതിൻ്റെ പ്രകാശം പുറത്തേക്ക് വീശി പുറം ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നത്, കണ്ണുകൂടെയും മൂക്കുകൂടെയും നാക്കുകൂടെയും ത്വക്കുകൂടെയൊക്കെ കാണിച്ചു തരുന്നത് ആരാ? ഉള്ളിലിരിക്കുന്ന ആ പ്രഭാവം. ഏതിയാണ്? നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാധികരണ. ചക്ഷുരാദി, കണ്ണ് ഇത്യാദി. ദ്വാരാ ബഹിസ്പന്ദതേ, കണ്ണ് ദ്വാരാ ബഹിസ്പന്ദതേ, പുറത്തേക്ക് സ്പന്ദിപ്പിക്കുന്നു. എന്ത് ലാളിത്യാണ് സംസ്കൃത ഭാഷ അല്ലേ? ഇപ്പം നോക്കൂ, അഗ്നിക്ക് സപ്തജിഹ്വ എന്ന് പറയുന്ന ഔചിത്യമില്ലേ? മഹർഷിമാർ കണ്ടത് വെറുതെയാണോ? ഒരു അഗ്നി കത്തിജ്വലിച്ചിരിക്കുമ്പോൾ അതിൽ 7 നാളങ്ങൾ വരും. അതാണ് പിന്നീട് നമ്മൾ പുരാണങ്ങളിലൊക്കെ പോയിട്ട് സൂര്യൻ 7 കുതിരയാണ്. അപ്പോൾ സായിപ്പ് പറഞ്ഞു അതല്ല, 7 കുതിരയല്ല, അത് 7 കളറാണ്, റെയിൻബോ ആണ്.
ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു ഇല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ഇഴഞ്ഞാണ്. ഏതിനെ വേണമെങ്കിൽ സിഗ്നിഫൈ ചെയ്യാം, ഏതിനെ വേണമെങ്കിൽ പ്രതിപാദിക്കാം. സൂര്യൻ്റെ രഥങ്ങൾക്ക് 7 കുതിരകളാണ്, 7 വർണ്ണങ്ങളാണ്. സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന 7 വർണ്ണങ്ങളാണ്. അഗ്നിയിൽ നിന്ന് ജ്വലിക്കുന്ന 7 നാക്കുകളാണ്, അഗ്നി ജിഹ്വകളാണ്. അപ്പം അതുകൊണ്ട് അഗ്നിയുടെ ചാക്കുകൾ 7 ആയതുകൊണ്ട് സപ്തവർണം അതിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറയാം. എന്ത് പറഞ്ഞാലും സംഭവം ഇതാണ്. ഇവിടെ ആഹുതി ഗ്രസനത്തിനായിട്ട് ആർത്തിയോടെ എപ്പോഴും കാത്തുകൊണ്ടിരിക്കുന്ന അഗ്നിക്ക് 7 നാവുകളാണ് എന്ന് ഭഗവാന്മാർ കണ്ടതാണ്, മഹർഷിമാർ കണ്ടതാണ്. അപ്പം നോക്കിയാൽ അതിനിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇൻസാഷ്യബിൾ ഫയർ അല്ലേ? അഗ്നിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല, എല്ലാം ദഹിപ്പിക്കും. എത്ര കിട്ടിയാലും മതിയാവില്ല. എത്ര വിറക് വേണമെങ്കിൽ കൊണ്ട് അടുപ്പിലിട്ടോളൂ, എല്ലാം കത്തിച്ച് ഭസ്മാക്കി കൈ തരും. ശമനമുണ്ടാക്കാത്ത നാവുകളാണ്, രസനകളാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. മഹാശനോ അശനൻ, വിശപ്പ്, അസാമാന്യ വിശപ്പാ ഭഗവാൻ അഗ്നിക്ക്. അയ്യോ, എന്തൊരു ഡൈജസ്റ്റീവ് പവറാണ്. അപ്പോൾ എത്ര രസിച്ചാലും ആഹുതി മതിയാവില്ല. കൊണ്ടാ ഏതൊക്കെയാണ് ഈ 7? എത്ര നൈസർഗികമായിട്ട്, എത്ര ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ മഹർഷിമാർ എൻക്വയറി കഴിച്ചു. സയൻറ്റിഫിക് നോക്കൂ, അവരൊന്നും സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് ഇല്ലാത്തവരാണ്, കാടന്മാരാണ്, താടിക്കാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ നാണല്ലേ നമ്മുടെ ആൾക്കാർക്ക്? എന്തൊരു റിസർച്ച് മോഡലാണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനെ കുറിച്ചാണ് അവർ പറയാത്തത് പറയൂ? എന്തൊരു ലോകത്തിലൊരു സബ്ജക്റ്റ് എടുക്കൂ, എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഋഷിമാർ വിശകലനം ചെയ്യാത്തത്? ഒരെണ്ണം പറയൂ. സ്നേഹിതന്മാർ വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു സോഷ്യൽ ടച്ച് കൊടുത്ത് സംസാരിക്കുമ്പോൾ അതെങ്ങനെ സംസാരിക്കണം എന്ന് മുതൽ അങ്ങേയറ്റം ടു ദ എൻഡ് ഓഫ് ലൈഫ്, ഫ്യൂണറൽ പയർ എങ്ങനെ വെക്കണം എന്നുള്ള സംഭവം വരെ ഏത് സബ്ജക്റ്റിലാണ് അവർ റിസർച്ച് ചെയ്യാത്തത്? ഏതൊരു ജീവിത രീതിയാണ് അവർ ടച്ച് ചെയ്യാത്തത്? ഏതൊരു ശൈലിയാണ് അവരുടെ കണ്ണിൽ പെടാണ്ട് പോയിട്ടുള്ളത്? ഇതെല്ലാം നമുക്കൊന്ന് കിട്ടിയില്ലേ? അപ്പം മഹർഷിമാരുടെയൊക്കെ സത്സംഗമല്ലേ നമ്മൾ അനുഭവിക്കുന്നത്? അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ അനുഭവിക്കില്ല അവരുടെ അറിവ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. സത്സംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളവർ വിചാരിച്ചാൽ നമുക്ക് അവരുടെ ഒപ്പം പോയിരിക്കാൻ പറ്റും. വ്യാസൻ്റെ കൂടെ കുറച്ച് ചിലവഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഒരു രക്ഷയില്ല. പതഞ്ജലി മഹർഷിയുടെ കൂടെ പോയിട്ട് കുറച്ച് യോഗം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഒരു രക്ഷയില്ല. സത്സംഗം എന്ന് വെച്ചാൽ എന്താ? അവരെ ശാരീരികമായിട്ടുള്ള അടുപ്പമല്ല ഉദ്ദേശിക്കുന്നത്. അവരിവിടുന്ന് മൺമറഞ്ഞു പോയി. അങ്ങനെ മൺമറഞ്ഞു പോയിട്ടുള്ള ആൾക്കാർ വിദ്യ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇട്ട് പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതല്ലേ ഈ ലോകത്തിൻ്റെ ഭൂഷണം എന്ന് പറയുന്നത്? ഈ ലോകത്തിൻ്റെ ആഭരണം അതല്ലേ? ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് അതല്ലേ? പണ്ടുള്ള പണ്ഡിത ശ്രേഷ്ഠർ പരലോകം ഗമിക്കലും പുസ്തകാകൃതി പൂണ്ടിന്നും ഭൂഷിപ്പിക്കുന്നു ഭൂതലം. എത്ര ശരിയാ ഉള്ളൊരു പാടിയത്. പണ്ടുള്ള പണ്ഡിത ശ്രേഷ്ഠർ, പണ്ടത്തെ ആൾക്കാർ, വ്യാസൻ ഇത്യാദി ആൾക്കാർ, പരലോകം ഗമിക്കലും, അവരൊന്നുമില്ല നമ്മുടെ കൂടെ. ഈവൻ സോ പുസ്തകാകൃതി പൂണ്ടെന്നും ഗ്രന്ഥരൂപത്തിൽ ഭൂഷിപ്പിക്കുന്നു ഭൂതലം. ഈ ലോകത്തിനെ മുഴുവൻ അവർ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ലേ?
ഒരു ഭൂഷണമാക്കിയിട്ടില്ലേ ലോകത്തിനെ മുഴുവൻ? അതാണ് സത്സംഗ്. അതാണ് നമ്മൾ വേണമെന്ന് പറയുന്നത്. അതിൽ ചെന്നിരിക്കുക കുറച്ചു നേരം, മനസ്സ് തന്നെ ചാഞ്ചല്യം മാറും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി തന്നെ വരും. നമ്മളതിന് ശ്രദ്ധിക്കൊന്നും വേണ്ട, സത്സംഗത്തിൽ ചെന്നിരുന്നാൽ മതി. പക്ഷേ അതിനെങ്ങനെയാണ് നമുക്ക് അപ്പളയ്ക്കാൻ പറ്റില്ല. വാച്ചൊരു 4 പ്രാവശ്യം നോക്കും. ഒരു 40 മിനിറ്റ് ഇരിക്കണേന് 4 പ്രാവശ്യം വാച്ച് നോക്കും. റെസ്റ്റ്ലെസ്. അപ്പോൾ ഈ സപ്തജിഹ്വയുടെ പേരുകൾ എന്തൊക്കെ? കാളി, കരാളി, മനോജവ, സുലോഹിത, ധൂമ്രവർണ്ണ, സുധൂമ്രവർണ്ണ, സ്ഫുലിംഗിനി, വിശ്വരുചി. ഇത് ഓരോരോ നാമങ്ങൾക്ക് ഓരോരോ അർത്ഥമുണ്ട്, ഓരോരോ വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും ഇപ്പോൾ നമ്മൾ കടക്കണില്ല. 7 നാമങ്ങൾ ഇതാണ്. ഇതൊന്ന് ഓർമ്മ വെച്ചാൽ കൊള്ളാം, നല്ലതാണ്. ഒരു ഇൻഫർമേഷൻ. എന്താ ഇപ്പോൾ ഇതുകൊണ്ട് ഗുണം എന്ന് ചോദിച്ചെങ്കിൽ, വീട്ടു ചെലവ് കുറയില്ല, സാലറി ഇൻക്രിമെൻറ്റ് കിട്ടില്ല, കുട്ടിയുടെ കല്യാണം വേഗം കഴിയില്ല, അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് എത്രയോ യൂസ്ലെസ് ഇൻഫർമേഷൻ നമ്മൾ മനസ്സിൽ വയ്ക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒതുങ്ങി കിടക്കട്ടെ എണ്ണം. കാളി, കരാളി, മനോജവ, സുലോഹിത, സുധൂമ്രവർണ്ണ, സ്ഫുലിംഗിനി, വിശ്വരൂപി. മുണ്ടകോപനിഷത്തിൽ അങ്കിരസ് വളരെ ഭംഗിയായിട്ട് ശ്ലോകരൂപത്തിൽ, മന്ത്രരൂപത്തിൽ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ മുണ്ടകോപനിഷത്ത് വ്യാഖ്യാനം വന്നപ്പോൾ നമ്മൾ ഈ മന്ത്രം കണ്ടില്ല. കാരണം ഇത് 1ാമത്തെ വള്ളിയില്ലാതുകൊണ്ട് നമ്മൾ 2ാമത്തെ വള്ളി മുതലാണ് തുടങ്ങിയത്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇല്ല, അപ്പോഴേക്കും ആദ്യത്തെ ചാപ്റ്റർ വന്നില്ല നമുക്ക്. 2ാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മൾ തുടങ്ങിയത്, ഇംഗ്ലീഷിലെ കമൻട്രി മുണ്ടകോപനിഷത്ത്. അപ്പോൾ ഈ മന്ത്രം അതിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. കാളി കരാളി ച മനോജവാച സുലോഹിതായ ച സുധൂമ്രവർണ്ണ സ്ഫുല്യാംഗിനി വിശ്വരൂപീയ ദേവി ലലായമാന ഇതി സപ്തജിഹ്വ. ലലായമാന നാക്കുകൾ, ഇതി സപ്തജിഹ്വ ഇതാണ് സപ്തജിഹ്വകൾ. കാളി കരാളി ച മനോജവാച. കാളി, കരാളി, മനോജ ച ആൻഡ് സുലോഹിതായ ച സുധൂമ്രവർണ്ണ. സുലോചനായ, ധൂമ്രവർണ്ണ, സുധൂമ്രവർണ്ണ, സ്ഫുലിംഗിനി, വിശ്വരൂപി ച ദേവി. വിശ്വരൂപി, വിശ്വരുചി, വിശ്വരുചി അല്ല, വിശ്വരുചി, വിശ്വരൂപി. ലേലേയമാന ഇത് സപ്തജിഹ്വ. വിശ്വരുചിയാണ് കേട്ടോ. വിശ്വത്തിനെ രുചിക്കുന്നവളെന്നർത്ഥം. വിശ്വരുചി, വിശ്വരൂപല്ല, വിശ്വരുചി. ഇതാണ് സപ്തജിഹ്വ എന്നുള്ളതിൻ്റെ വ്യാപ്തിയായിട്ടുള്ള അർത്ഥം. അപ്പോൾ മഹർഷിമാരുടെ ആ റിസർച്ച് സബ്ജക്റ്റിൻ്റെ ആ വ്യാപ്തി ഒന്ന് നോക്കൂ. തീ കൊണ്ടാണ് കളി. തീയനെ ചെന്നിട്ടാണ് പിടിച്ചേക്കണം. എൻ്റെ നാവ് കാണിക്ക്, ടെമ്പറേച്ചർ ഉണ്ടോ നോക്കട്ടെ, കോട്ടിങ് ഉണ്ടോ നോക്കട്ടെ. പറഞ്ഞ് 7 നാവും പിടിച്ച് പുറത്തേക്ക് ആക്കി റിസർച്ച് നടത്തിയ പാർട്ടീസാണ് നമ്മുടെ മഹർഷിമാർ. സൂക്ഷിക്കുക അവരെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നാമം നമുക്ക് ഇതൊന്ന് തൽക്കാലം ഒന്ന് ഇവിടെ നിർത്തുക. അടുത്ത നാമം തൊട്ട് നാളെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.